ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫോർഡ് ഐക്കൺ ആണ്. ഫോർഡ് ഐക്കൺ 2009 മോഡൽ വണ്ടി. 93,000 കിലോമീറ്റർ റണ്ണായിട്ടുണ്ട്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ 1 ലാഖിൻ്റെ സർവീസ് പോലെയാണ് ഇതിനകത്ത് ചെയ്യാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ്, ഡീസൽ ഫിൽറ്റർ, അതുപോലെ പിന്നെ ബാക്കിയുള്ള 1 ലക്ഷത്തിൽ വരുന്ന എന്തൊക്കെ സർവീസാണോ ആ സർവീസാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. 93 ഓടിയിട്ടുണ്ടെങ്കിലും അഡ്വാൻസ് ആയിട്ട് ടൈമിംഗ് ബെൽറ്റ് മാറ്റണം. എപ്പോഴും നമ്മൾ 1 ലാഖിലൊക്കെ മാറ്റുന്ന ടൈം ബെൽറ്റുകൾ ഒരു 5,000-6,000 കിലോമീറ്റർ മുന്നേ മാറ്റുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, നമുക്ക് സേഫ് തന്നെയാണ്. പക്ഷേ പൊട്ടോ പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഓയിൽ ബെൽറ്റൊക്കെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000-10,000 കിലോമീറ്റർ കൂടുതൽ ഓടുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ ഇതിൽ അപ്പോൾ നമുക്ക് ഉള്ളത് കസ്റ്റമർക്ക് കുറേ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡ് സൗണ്ട്, സസ്പെൻഷൻ സൗണ്ട്, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റുകളുണ്ട്. പക്ഷേ നമുക്ക് ഈ സർവീസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ടൈം ബെൽറ്റ് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അതിൽ കിടന്ന ടൈം ബെൽറ്റ്, പഴയ ബെൽറ്റാണിത്. ബെൽറ്റ് കറക്റ്റ് 1 ലാഖിൽ മാറുക. ഈ റബ്ബർ ബെൽറ്റൊക്കെ കറക്റ്റ് 1 ലാഖിൽ തന്നെ കറക്റ്റായിട്ട് ഷെഡ്യൂളിലും മാറാൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഓയിൽ ബെൽറ്റാണ്, ഓട്ടോക്രാഫ്റ്റ് ഓയിൽ ബെൽറ്റാണ്. ഓയിൽ ബെൽറ്റ് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,300 ചില്ലാൻ രൂപ വരുന്നുണ്ട്. റേറ്റ് 1,342 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഡീസൽ ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ നമ്മൾ ഓയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബോക്സ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അത് ഡീസൽ ഫിൽറ്റർ ഇതാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത്. 1,290 രൂപ വരുന്നുണ്ട് ഡീസൽ ഫിൽറ്റർ. ഈ 1 ലാഖിൽ ചെയ്യുന്ന സർവീസിൽ നമ്മൾ എപ്പോഴും സാധനങ്ങളൊന്ന് മാറുമ്പോൾ നമ്മൾ ഓയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ബെൽറ്റൊക്കെ അടുത്ത 1 ലക്ഷത്തിലേ മാറുള്ളൂ. അതുകൊണ്ട് നമുക്കത് പക്ക ക്ലീൻ ആയിരിക്കണം. അത് എന്താ വെച്ചാൽ 1 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ നമുക്കുള്ളത് EGR വാൾവ് ക്ലീൻ ചെയ്യാനാണ്. EGRൻ്റെ വാൾവ് നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് EGR വാൾവ് വരുന്നത്. വേണ്ട, ഇത് മറ്റേ നമ്മുടെ ഫിയസ്റ്റ പോലെ മോട്ടോർ ടൈപ്പ് അല്ല, വാക്കം ടൈപ്പാണ്. വാക്കം ബൂസ്റ്റർ വെച്ചിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. എന്തായാലും അതിലുള്ളിൽ അത്യാവശ്യം ഡസ്റ്റ് ഉണ്ട് ഇതിനകത്ത്, ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് പൈപ്പും ഇതിൻ്റെ വാൾവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇതിന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു പെർഫോമൻസിന് ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് വരും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ ടൈം ബെൽറ്റ് ആണ്. ടൈമിംഗ് ഒക്കെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പമ്പിൽ ടൈമിംഗ് ഉണ്ട്, ക്യാമിൽ, അതുപോലെ ഡീസൽ പമ്പിൽ ടൈമിംഗ് ഉണ്ട്. കോമൺ റെയിൽ വരുന്ന വണ്ടികൾക്കൊന്നും നമുക്ക് പമ്പിൽ ടൈമിംഗ് വെച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മളത് ടൈം മാർക്കുള്ളതുകൊണ്ട് കറക്റ്റ് വെച്ചിട്ട് വേണം ഇതാക്കാനായിട്ട്. അതുപോലെ ക്രാങ്കിലും നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടൈം ബെൽറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ വാട്ടർ പമ്പ് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. വാട്ടർ പമ്പ് നമ്മൾ ഓയാണ് എടുത്തത്. പക്ഷേ കസ്റ്റമർ റിക്വസ്റ്റ് കൊണ്ട്, കസ്റ്റമറുടെ റിസ്ക് കൊണ്ട് അവർ ഒരു യൂസർ പാർട്സ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ 4,000 ചില്ലാൻ രൂപ ഓയിയുടെ റേറ്റ് വരുന്നുണ്ട് വാട്ടർ പമ്പിന്. ഞാൻ വരുത്തിയിട്ടുമുണ്ട് വാട്ടർ പമ്പ്. കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞപ്പോൾ അത്രയും റേറ്റ് എന്ന് പറഞ്ഞൊരു പഴയ വണ്ടിയല്ല അതിനകത്ത് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ റിസ്കിൽ തന്നെ. നമ്മൾ ഈ വാട്ടർ പമ്പിനൊന്നും നമ്മൾക്കൊരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞാലും സെക്കൻഡ് ഹാൻഡ് എടുത്തിടാൻ പറഞ്ഞാലും നമ്മൾ മേടിച്ചിടില്ല ഈ വാട്ടർ പമ്പൊന്നും. അപ്പോൾ അവരുടെ റിസ്കിൽ അവർ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയാകുമ്പോൾ അവർ പറയുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ഇടുന്നതിൽ യാതൊരുവിധ ഇതുമില്ല, അത് ഇടുന്നത് ശരിയല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പക്ഷേ കസ്റ്റമർ ഇത് ഇട്ടാൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാൻഡ് പമ്പാണ് ഇത്. കറക്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിനകത്ത് കയറ്റാം. ടൈമിംഗ് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ EGR കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലേ. എത്രത്തോളം അതിലെ കാർബൺ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾവിൻ്റെ അവിടെയും നമ്മൾ പക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ ഡയഫ്രം ഉള്ളത് കൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് കെമിക്കലിൽ മുക്കാൻ പറ്റില്ല. ഡയഫ്രം ഡാമേജ് ആവും. അപ്പോൾ പകുതി മുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കാർബറേറ്റർ സ്പ്രേ അടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനകത്ത് ക്ലീൻ ചെയ്ത് വിടാം. ഇപ്പോൾ പക്കയാണ്. പിന്നെ വർക്കിംഗ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇതിൽ ഒന്ന് വാക്കം ചെയ്താൽ മതി, ഒന്ന് ഉറിഞ്ഞ് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതല്ല, ലോവർ ആം ബുഷ് മൊത്തം കട്ടായിട്ടാണ് ഇരിക്കുന്നത്. കസ്റ്റമർ റൈറ്റ് സൈഡ് സൗണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് റോഡും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് മാറ്റണം. നമ്മുടെ ഐക്കണിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്ത് ടൈം ബെൽറ്റ് മാറി, ഡീസൽ ഫിൽറ്റർ മാറി, ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് മാറി, ഓയിൽ സർവീസ് ചെയ്തു. പിന്നെ റിയറിലെ ബ്രേക്കിനോ കാര്യങ്ങളത്തിനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അനുഭവപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ബെഡിൻ്റെ നേരിയൊരു വൈബ്രേഷൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു തോതിൽ അറിയുന്നുള്ളൂ.
ഹെവി ആയിട്ടില്ല. നമ്മൾ തേർഡൊക്കെ ഇടുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു വിറയൽ ഡാഷ്ബോർഡിനായാലും മൊത്തത്തിലൊരു ചെറിയൊരു വിറയൽ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോൾ ഓക്കെയാണ്. ആ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ മോഡലിൽ ചെറിയൊരു സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടാവും. കസ്റ്റമർ സ്റ്റിയറിംഗ് ടൈറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മോഡലിന് സ്റ്റിയറിങ്ങിന് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അത്ര നമുക്ക് ഫിയസ്റ്റ ഓടിക്കുന്ന ആ ഒരു ഫീലിംഗ് ഇതിനകത്ത് വരില്ല. ചെറിയൊരു തോതിൽ ടൈറ്റ് ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നും ഇല്ല ഇതിനകത്ത്. കംപ്ലയിൻ്റ് ആയിട്ട് പറയാനായിട്ടൊന്നും ഇല്ല സ്റ്റിയറിങ്ങിന്. പിന്നെ ആ സെൻറ്റർ കൺസോളിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അത് ഞാൻ തുറന്നിട്ടിരിക്കുകയാണ് സൗണ്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ തന്നെയാണ് സൗണ്ട്. അടയ്ക്കുമ്പോൾ ഒരു എന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു നോയ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ്, നല്ല ടൈറ്റ് എന്നല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ടൈറ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു സാധാ പവർ സ്റ്റിയറിങ്ങിൽ ഒരു ഫ്രീനെസ് കിട്ടുന്നില്ല. പക്ഷെ നോർമലാണ് ഇത്. ഐക്കണിൽ ചെറിയൊരു ടൈറ്റ് ഇതിനകത്ത് നമുക്ക് വരും. ബാക്കിയുള്ള വർക്കുകളെല്ലാം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ മിസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 40-50 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിട്ടുപിടുത്തം ഉണ്ടായിരുന്നു. ആ ഡീസൽ ഫിൽറ്റർ മാറിയപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ഉണ്ട്. ഡീസൽ ഫിൽറ്റർ ബ്ലോക്കാണോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അത് ഫിക്സഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റില്ല. അത് നമ്മൾ ഒറിജിനൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഡീസൽ ഫിൽറ്റർ 1 ലക്ഷത്തിൽ മാറേണ്ട എല്ലാ സാധനവും നമ്മൾ ഒറിജിനൽ തന്നെ ഇടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും